എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വാർത്തയാണ് ഇപ്പോൾ PC ജോർജുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി സാക്ഷാൽ യോഗി ആദിത്യനാഥ് PC ജോർജിനെ നേരിട്ട് ഫോണിൽ വിളിച്ചു. ഏകദേശം 45 മിനിറ്റോളം ഇവർ തമ്മിൽ സംസാരിച്ചു എന്നാണ് PC-യുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ഈ ഫോൺ കോൾ സംഭവിച്ച ഏകദേശം ഒരാഴ്ച മുന്നെയാണ്. ഇവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുംഭമേളയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് യോഗി PC ജോർജിനെ നേരിട്ട് ഫോണിൽ വിളിച്ചതെന്നാണ്. അതായത് യോഗി ആദിത്യനാഥ് എല്ലാ ക്രിസ്ത്യൻ നേതാക്കന്മാരെയും കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിച്ചിരുന്നു. അതായത് അങ്ങനെ താല്പര്യമുള്ള ആൾക്കാർ, കുംഭമേളയിൽ പങ്കെടുത്ത സനാതന ധർമ്മത്തെയൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ, അതൊക്കെ അത്തരം പ്രാക്ടീസസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരെ കുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും വിളിച്ചിരുന്നു. എല്ലാ മറ്റു മത നേതാക്കന്മാരെയും വിളിച്ചിരുന്നു. അത് റെസ്പെക്ട് ചെയ്യുന്ന ആൾക്കാരെ മാത്രം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് യോഗി PC-യെ ഫോൺ ചെയ്തതെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. പക്ഷേ എന്തിന് 45 മിനിറ്റോളം സംസാരിച്ചു? ഉത്തർപ്രദേശ്, ഇന്ത്യയിൽ നരേന്ദ്രമോദി കഴിഞ്ഞാൽ ഏറ്റവും പവർഫുള്ളായ ഒരു രാഷ്ട്രീയ നേതാവാണ് യോഗി ആദിത്യനാഥ്. ഭാവി പ്രധാനമന്ത്രിയായിട്ട് ഇന്ത്യക്കാർ ഇപ്പോൾ എല്ലാവരും കാണുന്ന ഒരാളാണ് യോഗി ആദിത്യനാഥ്. നമുക്കറിയാം, യോഗിയുടെ ഈ തീവ്രവാദികൾക്കെതിരെയുള്ള ആക്ഷനൊക്കെ ഇന്ത്യയിൽ മൊത്തം പോപ്പുലറാണ്. എല്ലാ ആൾക്കാരും അതിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും ശക്തനായ, നരേന്ദ്രമോദിയോളം ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവ് ഈ ഇരാറ്റുപേട്ടയിലുള്ള PC ജോർജ്, അതായത് BJP നേതാവ് കൂടിയാണ് PC ജോർജായിട്ട് 45 മിനിറ്റോളം സംസാരിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട്. അപ്പോൾ അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. ഇവർ തമ്മിൽ 45 മിനിറ്റ് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് കുംഭമേളയിൽ ക്ഷണിക്കാനാണെങ്കിൽ എന്തിന് 45 മിനിറ്റ് സംസാരിക്കണം? അപ്പോൾ അതാണ് സംശയം. അപ്പോൾ ഈ 45 മിനിറ്റ് സംസാരത്തിൽ ഒരുപാട് മാനങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ കുംഭമേളയിൽ അപകടം ഉണ്ടായല്ലോ. ആ അപകടത്തിന് കാരണക്കാർ എന്ന് കണ്ടെത്തി ഏകദേശം 120 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു. ആ സംഘം വന്നത് സംബാലിൽ നിന്നായിരുന്നു. ആ 120 പേരിൽ ഏകദേശം 5ഓളം മലയാളികളുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉത്തർപ്രദേശ് പോലീസിന് ലഭിച്ചത് എവിടുന്നാണെന്ന് അറിയോ? അതായത് NIA കുറിച്ച് വിവരം നൽകിയിരുന്നു. ഈ CAA NRC സമരത്തുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാരുടെ ഡീറ്റെയിൽസ്, അവരുമായി ബന്ധപ്പെട്ട കുറേ വിവരങ്ങൾ NIA ഉത്തർപ്രദേശ് പോലീസിന് നൽകിയിരുന്നു. അപ്പോൾ അതനുസരിച്ച് ഉത്തർപ്രദേശ് പോലീസ് ഈ ഡൽഹി, നോയിഡ കേന്ദ്രീകരിച്ച് നടത്തിയ തെരച്ചിൽ ഏകദേശം 20ഓളം പോപ്പുലർ ഫ്രണ്ട് ഭീകരന്മാരെ പൊക്കിയിരുന്നു. അപ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സ്ലീപ്പർ സെല്ലായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് UP പോലീസ് പൊക്കുന്നത്. അവരിൽ നിന്ന് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 120 പേരുടെ സംഘത്തിനെക്കുറിച്ചുള്ള വിവരം ഉത്തർപ്രദേശ് പോലീസിന് ലഭിക്കുന്നത്. അങ്ങനെ അവന്മാരെ തീർക്കാൻ വേണ്ടിയിട്ട് UP പോലീസ് ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കിയ ഒരു ഇതാണ് ഓപ്പറേഷൻ 120. അതിൻ്റെ ലീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാക്ഷാൽ യോഗി ആദിത്യനാഥ് തന്നെയാണ്. യോഗി ആദിത്യനാഥ് ഫെബ്രുവരി 26 കുംഭമേള അവസാനിക്കുന്നത്. ഈ അപകടത്തിൻ്റെ കാരണക്കാരായ അവന്മാരെ തീർക്കണം, ജീവനോട് പിടിക്കണം, ഇല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരണം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സാധാരണ ഇങ്ങനൊരു ഓപ്പറേഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ലീഡ് തലപ്പത്തൊക്കെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും, അല്ലെ? DIG റാങ്കിൽ ഒരു മിനിമം ഒരു SP റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെങ്കിലും അതിൻ്റെ തലപ്പത്ത് ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ തലപ്പത്ത് സാക്ഷാൽ യോഗി ആദിത്യനാഥാണ്. ഈ ഓപ്പറേഷൻ 120 എന്ന് പറയുന്ന ഇതിൻ്റെ ഓപ്പറേഷൻ്റെ ലീഡ് ചെയ്യുന്നത് സാക്ഷാൽ യോഗി ആദിത്യനാഥാണ്. അപ്പോൾ ഇവർ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് യോഗി ആദിത്യനാഥിനാണ്. ഈ SP ലെവലിലെ ഒരാളാണെങ്കിൽ, അത് ലീഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നേരിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന യോഗി ആദിത്യനാഥിനാണ്. അപ്പോൾ യോഗി ആദിത്യനാഥിന് ഒരുപാട് വിവരങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ പക്കലുണ്ട്. അപ്പോൾ അതിൽ 4 മലയാളികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ 4 മലയാളികൾ ഈരാറ്റുപേട്ട, മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ച് മുമ്പ് പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തിച്ചവരാണ് എന്നുള്ള റിപ്പോർട്ട് ഉത്തർപ്രദേശ് പോലീസിന് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആദ്യം കണ്ടെത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫോൺ കോൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മനസ്സിലായത് ഈ അപകടം നടന്നു കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 16,000 ഫോണുകൾ സ്വിച്ച് ഓഫായി. അപകടം നടന്നതിന് ശേഷം 16,000 ഫോണുകൾ സ്വിച്ച് ഓഫായി. തൊട്ടടുത്ത നിമിഷം തന്നെ ഏകദേശം ഒരു 4,000-5,000 പുതിയ സിം ആക്ടിവേറ്റായി. അപ്പോൾ അതിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനാണ് ഈ മലയാളി സാന്നിധ്യം കണ്ടെത്തിയത് എന്നാണ് ഉത്തർപ്രദേശ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പല മാധ്യമങ്ങൾ, ഉത്തർപ്രദേശിലെ ഹിന്ദി മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇവർ കേരളത്തിലുള്ള പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭീകരവാദികളാണെന്നും അവർക്ക് ഈ മൂവാറ്റുപുഴ, ഈരാറ്റുപേട്ടയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലാണ് അവരെ സുരക്ഷിതമായി അഭയം തേടിയിരിക്കുന്നുള്ള ഒരു റിപ്പോർട്ടും വന്നിരുന്നു. ഇപ്പം ഇതൊക്കെ പുറത്തു വന്നതിന് ശേഷം അവന്മാർ രക്ഷപ്പെട്ടിട്ടുണ്ടാവാം. പക്ഷേ എന്തായാലും യോഗി തീരുമാനിച്ചിരിക്കുകയാണ്. ആദ്യം പറഞ്ഞാൽ ഓപ്പറേഷൻ 120 ലീഡ് ചെയ്യുന്ന യോഗിയാണല്ലോ. അപ്പോൾ യോഗിക്കൊരു തീരുമാനമുണ്ട്. എന്തായാലും ഇവന്മാരെ കൈയോടെ പിടിക്കുക, ജീവനോടെ പിടിക്കുക, ഇല്ലെങ്കിൽ കൊന്നിട്ട് കൊണ്ടുവരാമെന്നാണ് ഇവന്മാരുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 4 മലയാളികളെ തേടി ഉത്തർപ്രദേശ് പോലീസ് ഈരാറ്റുപേട്ടയിലോട്ട് വരുന്നു എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ഫോൺ കോൾ യോഗി ആദിത്യനാഥ് PC ജോർജിനെ ഫോൺ ചെയ്തല്ലോ. 45 മിനിറ്റ് ഇവർ സംസാരിച്ചാൽ എന്തായാലും ഈ വിഷയം വന്നിരിക്കുന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. PC സംബന്ധിച്ചിടത്തോളം PC ജോർജിനെ നമുക്കറിയാം,
ഈരാറ്റുപേട്ടയിലെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ എല്ലാ A to Z, അതായത് എല്ലാം പിൻകോഡ് അടക്കം എല്ലാ ഡീറ്റെയിൽസും PC ജോർജിന് അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കാനായിരിക്കാം യോഗി ആദിത്യനാഥ് PC ജോർജായിട്ട് ഫോൺ ചെയ്തെന്നാണ് ഇപ്പോൾ ഉയരുന്ന ഒരു സംശയം. അതായത് ആദ്യം പറഞ്ഞ വരി ഈ ഓപ്പറേഷൻ 120 ലീഡ് ചെയ്യുന്നത് യോഗി ആദിത്യനാഥാണ്. ആ ലീഡർ തന്നെയാണ് സാക്ഷാൽ PC ജോർജിനെ വിളിച്ചിട്ട് ഈരാറ്റുപേട്ടയിലെ കാര്യങ്ങൾ അന്വേഷിച്ചത്. ചിലപ്പോൾ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പുമായി ഇത്തരം വിഷയങ്ങൾ ഷെയർ ചെയ്യാൻ ഉത്തർപ്രദേശ് പോലീസോ ഈ യോഗി ആദിത്യനാഥോ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ഓപ്പറേഷൻസ് നടത്തുന്ന മുമ്പ് വിവരങ്ങൾ ചോരുമോ എന്ന് ഭയന്ന്. നമുക്കറിയാം ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്ന സമയത്ത് പുലർച്ചെ, അതായത് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി പോലും അറിഞ്ഞില്ല കേട്ടോ, പുലർച്ചെ ഹെലികോപ്റ്റർ പ്ലെയിനും ഇതൊക്കെ ആയിട്ട് ഇവിടെ വന്നിറങ്ങി നേരെ ഇവന്മാരെ വീട്ടിൽ പോയി ബെഡ്റൂമിൽ കയറി ഇവന്മാരെ തൂക്കിയെടുത്ത് കൊണ്ടുപോയത്. അതായത് അണ്ടർവെയർ പോലും ഇടാൻ അവസരം കൊടുക്കാതെ തൂക്കിയെടുത്ത് കൊണ്ടുപോയില്ലേ. ഡൽഹിയിൽ എത്തിയതിന് ശേഷമാണ് ഇവിടുത്തെ ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രി പോലും അറിയുന്നത്. അത് എന്തുകൊണ്ടാണ് NIA ഇവരോടൊന്നും ഒരു വിവരം പോലും ഷെയർ ചെയ്യാഞ്ഞ്? ഒരു പോലീസുകാരനും തലപ്പത്തിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആർക്കും ഒരു വിവരം പോലും ലഭിക്കാൻ എന്തുകൊണ്ടാണ്? അത്തരം വിവരങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ചോർന്നു പോകുമെന്നില്ല പേടി കൊണ്ടാണ്. നമുക്കറിയാം ഈ പോലീസിൽ തന്നെ ഈ ആഭ്യന്തര വകുപ്പ്, നമുക്കറിയാം ഇവിടെ പച്ചവെളിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ വിവരങ്ങൾ ചോർത്തുമെന്നില്ല പേടി കൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് വ്യക്തമായി യോഗി ആദിത്യനാഥ് PC ജോർജുമായി സംസാരിച്ചാൽ നമുക്കൊരു കാര്യം വ്യക്തമാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഓപ്പറേഷൻസ് എല്ലാ കാര്യങ്ങളും PCക്ക് A to Z കാര്യങ്ങൾ അറിയാം. അതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയായിരിക്കും യോഗി നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടത് PC ആയിട്ട്. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ കുംഭമേളയിൽ പങ്കെടുത്തവന്മാരുടെ ഏകദേശം അവന്മാരെ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ പിടിച്ചിട്ടുണ്ട്. ഈ 120 ആൾ ഏകദേശം 90 ആൾ വരെ പിടിയിലായി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. ഇനി വളരെ ചുരുക്കം പേര് മാത്രമേ പിടിയിലാവാനുള്ളൂ. അപ്പോൾ അവർ ഡീറ്റെയിൽസ് ഒന്നും പുറത്തുവിട്ടില്ല എന്ന് മാത്രമല്ല, ഇവന്മാരിനി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അതായത് യോഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവന്മാർക്ക് ഈ 120 മാർക്ക് ഈ 120 ആൾക്കാർക്ക് നിയമം അനുസരിക്കുന്നതും നിയമം അനുസരിക്കാതെയുമുള്ള ശിക്ഷ നൽകുമെന്ന് യോഗി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം എഴുതി വെച്ച പോലെ അവന്മാരൊന്നും ഇനി പുറം ലോകം കാണില്ല. പരലോകത്ത് എത്തിയിട്ടുണ്ടോ എന്ന് തന്നെ ദൈവത്തിന് അറിയാം. അപ്പോൾ യോഗിക്ക് മാത്രമേ അറിയൂ ഇനിയിപ്പോൾ അവന്മാർ ഇപ്പം ജീവനോടെ ഉണ്ടോ ഇല്ലയെന്ന് യോഗിക്ക് മാത്രമേ അറിയൂ. അപ്പോൾ ഇപ്പം ഈ ഈരാറ്റുപേട്ട മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചിട്ടുള്ള സുഡാപ്പികളെ ഉടൻ പൊക്കുന്നതിന് വേണ്ടി തന്നെ ആയിരിക്കാം യോഗി ആദിത്യനാഥ് PC ജോർജായിട്ട് സംസാരിച്ചത്. അതായത് അവന്മാരുടെ ഓപ്പറേഷൻസ്, അവന്മാരുടെ എല്ലാ കാര്യങ്ങളും PC ജോർജായിട്ട് സംസാരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതായത് അവിടുത്തെ ആ ഒരു എക്കോസിസ്റ്റം, അവന്മാരുടെ എക്കോസിസ്റ്റം, ആ ഒരു ഫ്രെയിം വർക്ക്, അവർക്ക് എന്തൊക്കെയോ സെക്യൂരിറ്റി, ഒരുപാട് ഹിഡൻ ഏരിയാസ് ഉണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് ഈരാറ്റുപേട്ട ആ ഏരിയയിലൊക്കെ. കേരളത്തിൽ നിന്ന് പല ആൾക്കാരും ഈ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിന് ശേഷവും പല ആൾക്കാരും ഉന്നയിച്ച ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രസേനയുടെ ഒരു ഔട്ട് പോസ്റ്റ് ഇവിടെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതായത് അത്രയും എന്താ പറയുക, ഒരു മിനി പാകിസ്ഥാൻ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് പല ആൾക്കാരും പറയുന്ന മാതിരി. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്ഥലമാണ്. അതിൻ്റെ എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരാളാണ്, ജനപ്രതിനിധിയായിരുന്നു, ദീർഘകാലം MLA ആയിരുന്നു അവിടുത്തെ. അതായത് A to Z കാര്യങ്ങൾ അവിടുത്തെ എല്ലാ ജനപ്രതിനിധിയിൽ മുക്കും മൂലം അറിയുന്ന ഒരാളാണ് PC ജോർജ്. അപ്പോൾ അത്തരം വിവരങ്ങൾ ഉത്തർപ്രദേശ് പോലീസിന് കൈമാറിയിട്ടുണ്ടാകാം. PC ജോർജുമായിട്ട് ഈ 45 മിനിറ്റ് സംസാരത്തിൽ ഇത്തരം കാര്യങ്ങൾ എന്തായാലും വന്നിട്ടുണ്ടാവാനാണ് സാധ്യത. അല്ലെങ്കിൽ ഈ കുംഭമേളയ്ക്ക് ക്ഷണിക്കാനാണെങ്കിൽ ഇത്ര നീണ്ടു പോകേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്താ പറയുക, എന്തായാലും ഒരു മലയാളി സാന്നിധ്യമുണ്ട്. ഇവന്മാരെ പൊക്കാൻ വേണ്ടി ഉത്തർപ്രദേശ് പോലീസ് എന്തായാലും ഈരാറ്റുപേട്ടയിലേക്ക് അടുത്ത ദിവസം തന്നെ വരുന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഓൾറെഡി പൊക്കിയിട്ട് പോയോ എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു നിശ്ചയമില്ല. ചിലപ്പോൾ പൊക്കി പോയിട്ടുണ്ടാവും. ഇതൊന്നും ആരും പുറത്തു പറയില്ലല്ലോ. കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ പുറത്തു വരും. എന്തായാലും ഈ സംസാരത്തിന് ഒരുപാട് മാനങ്ങളുണ്ടെന്ന് തന്നെ പറയാം. വരും ദിവസങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.